ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല കുത്തിയൊലിച്ച് പെയ്യുന്നുണ്ട്. എന്താണ് എല്ലായിടത്തും അവസ്ഥയൊക്കെ? മഴയുണ്ടോ? മഴ തന്നെ ആയിരിക്കുമല്ലേ. ഏതായാലും വെള്ളപ്പൊക്കമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള മഴ ഭയങ്കര ആസ്വദിക്കുക. ഇപ്പോൾ സത്യം പറയാലോ, ആ വെള്ളപ്പൊക്കം കഴിഞ്ഞ ശേഷം അങ്ങനെ കൂടുതൽ മഴ പെയ്യുമ്പോൾ ഒരു പേടിയായിട്ടോ. നമുക്ക് ആദ്യം അങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു 2018 വെള്ളപ്പൊക്കം ഞങ്ങൾ വീടിൻ്റെ പടിക്കൽ വരെ എത്തിയതായിരുന്നു. അപ്പോൾ അന്നുണ്ടായ ടെൻഷനൊക്കെ നമുക്ക് ഈ മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുമ്പോൾ ഓർമ്മ വരൂലേ. അപ്പോൾ ഏതായാലും കുറച്ച് നേരമൊക്കെ ഇതാ മഴയ്ക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മഴ ചെറുതായിട്ടൊന്ന് ചോർന്നിട്ടുണ്ട്. ഞാനിതാ ഇന്നൊരു റിലാക്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് കാരണം നമ്മൾ തലേദിവസം ദോശയൊക്കെ അരച്ച് വെച്ചതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അല്ലേ. പിന്നെ ചെറുപയറാണ് കറി. അപ്പോൾ അത് ഞാൻ വേഗം കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതവിടെ ഇങ്ങനെ വിസിലടിച്ച് വേവുന്നുണ്ട്. അപ്പോൾ അതാ മാവ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് മാവ് അരച്ച് വെക്കുമ്പോൾ തീരെ മാവ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരത്തെ ഞാനൊരു 6 മണി ആ ഒരു സമയത്ത് തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം അല്ലേ. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഇതാ മുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുപയർ വെന്തു വേഗം തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. വേവിക്കാൻ ഞാൻ കുക്കറിൽ വെച്ചപ്പോൾ ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല മൂപ്പിച്ച് അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മസാലപ്പൊടികൾ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ഈ ഒരു രീതിയിൽ ചിലപ്പോൾ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ പച്ചമുളക് ഇട്ടിട്ട് അങ്ങനെ തൂമിച്ച് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചെറുപയർ ഇങ്ങനെ 2-3 വിധത്തിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കറി ആക്കിയത്. അധികം ഇങ്ങോട്ട് വെള്ളം ആവാതെ ഒരു ചെറിയൊരു കുറുന്നനെ ദോശയിലേക്ക് ഇങ്ങനെ എന്താ പറയുക കഴിക്കാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഓരോരോ ദോശ ഇന്ന് നേരെ പത്തിരി ചുടേണ്ട ആ ഒരു വലിയൊരു ചട്ടിയിലാണ് കേട്ടോ ചുടുന്നത്. കാരണം അത്യാവശ്യം വലിയ ദോശ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ അത് മാത്രമല്ല ഞാൻ ഒരു വട്ടം ചുട്ട് നോക്കി. അപ്പോൾ ഇതിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഇതുപോലെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ദോശയിൽ ചട്ടിയിലൊന്ന് ചുട്ട് നോക്കാമെന്ന് കരുതി. കാരണം നല്ല വലുതാക്കി ചൂടാലോ. നമ്മൾ പത്തിരി ചുടുമ്പോൾ 3-4 പത്തിരി ഒരുമിച്ച് ചൂടാനുള്ള ആ ഒരു ചട്ടി ആയതുകൊണ്ട് കുറച്ച് പിന്നെ നമ്മൾ മസാല ദോശ നെയ് റോസ്റ്റൊക്കെ ചുടുന്ന പോലെ അത്യാവശ്യം നല്ല റൗണ്ടിലാക്കിയിട്ട് ദോശ ചൂടാലോ എന്ന് കരുതിയിട്ട് ആ ഒരു പാനിലാണ് ഇന്ന് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. ഇതുമൂന്ന് ഞാൻ ഇച്ചിരി നെയ്യൊക്കെ ആക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ ഇപ്പോൾ ഭയങ്കര മടിയാണ് ഈ മുട്ട അങ്ങനെയൊക്കെയുള്ള മുട്ട ഇപ്പോൾ കഴിക്കാൻ ഭയങ്കര മടി. എന്താ അറിയില്ല. ആദ്യം ഇതുമൊക്കെ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് അരി ഭക്ഷണത്തിൽ അങ്ങോട്ട് മുഴുകിയാണ്. ദോശ ചോറ് തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക അവൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ദോശയിൽ കുറച്ചൊരു നെയ്യൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു ഇതുമുൻ്റെ എന്താ പറയുക ഫുഡിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയാം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണെന്ന്. കാരണം എനിക്കറിയില്ല അവൾ ഈ ഒരു പ്രായമല്ലേ 10 വയസ്സ് ആ ഒരു പ്രായമല്ലേ അവൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക മനസ്സിലാവണില്ല. ഞാൻ കാരണം ഞാൻ തടി ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും അവളോട് പറയും കേട്ടോ ഇങ്ങനെ തടി വെക്കൽ മോളും എന്നൊക്കെ പറയണത് ഇപ്പോൾ പ്രസവത്തിന് ശേഷമാണ് അങ്ങനെ വണ്ണം വെച്ചത് കേട്ടോ. പ്രസവത്തിന് മുന്നേ ഒക്കെ അവൾ പിന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നടക്കും. കുറച്ചൊരു വണ്ണം തോന്നുമ്പോൾ അവൾ ഡയറ്റൊക്കെ ചെയ്ത് നല്ല സ്ട്രിക്റ്റായിട്ട് 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ചെയ്തിട്ട് വീണ്ടും ആ വെയിറ്റിലേക്ക് ആ ഒരു 50-55 ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടക്കും. ഇപ്പോൾ അവളെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ആദ്യമേ അവൾ വന്നിട്ടുണ്ടെന്ന്. അല്ല കേട്ടോ, അവൾ നല്ല സ്ലിമ്മായിരുന്നു. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നടക്കുന്ന കുട്ടിയായിരുന്നു. പിന്നെ പെട്ടെന്ന് കല്യാണം പ്രസവവും ഒക്കെ കൂടെ കഴിഞ്ഞ് അവൾ പിന്നെ നല്ല വെയിറ്റ് കൂടിയതാണ്. പിന്നെ ഹൈറ്റ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടുതൽ തോന്നിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഇതും അങ്ങനെയല്ല. ഇതും എന്നെപ്പോലെ ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വരുന്നുണ്ട്. ഞാൻ പിന്നെ ചെറുപ്പത്തിലേ നല്ല തടിയായിരുന്നേ. ഇപ്പോൾ കല്യാണത്തിന് മുമ്പൊക്കെ തന്നെ നല്ല തടി. ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്നെ കല്യാണം കഴിപ്പിക്കാൻ കാരണം തന്നെ എൻ്റെ വണ്ണം തന്നെയായിരുന്നു കേട്ടോ. പിടിയാലെ കെട്ടിച്ചതാണ്. കാരണം എല്ലാവർക്കും പേടിയായിരുന്നു. പിന്നെ അന്നത്തെ കാലമല്ലേ എന്താ പറയുക കല്യാണമാണ് ജീവിതം എന്നുള്ള ഒരു മൈൻഡായിട്ട് നടക്കണമായിരുന്നു എല്ലാവരും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പഠിക്കുക, ഒരു ജോലി നേടുക, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. അന്നൊക്കെ നമ്മൾ പെൺകുട്ടികളാണോ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞാൽ തുടങ്ങും കല്യാണം ഉണ്ടാക്കണില്ലേ എന്നൊക്കെ. ഇപ്പോഴത്തെ മക്കളോടൊക്കെ ചോദിച്ചാൽ വല്ല അടിച്ച് തെറിപ്പിക്കൂലേ. അപ്പം മോളൂന് തന്നെ ഞാൻ ഈ പറയുമ്പോൾ 21 കഴിഞ്ഞ് 22ാം വയസ്സിലാട്ടോ കല്യാണം ഉണ്ടാക്കിയത്. എന്നിട്ട് തന്നെ എനിക്ക് എത്ര ആൾക്കാർ എന്നോട് ചോദിച്ചു എന്തിനാണ് ആ കുട്ടീനെ ഇപ്പം തന്നെ കെട്ടിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ നീനുട്ടിന് എന്തായാലും നമുക്ക് കുറച്ചും കൂടി ലേറ്റായിട്ട് കല്യാണമൊക്കെ ഉണ്ടാക്കാം അല്ലേ.
അപ്പോൾ അതങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മുടി കെട്ടാൻ വേണ്ടി നിന്നപ്പോൾ ഓൾ പറഞ്ഞു ഇതും പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഓൾ വീഡിയോ എടുക്കണതിൻ്റെ ഒരു സംഭവമാണ് അത് ഞാനൊന്ന് കട്ടാക്കാതെ അതുപോലെ തന്നെ ഇട്ടത്. ഒക്കെ ഒന്ന് കാണണ്ടേ, രസമല്ല അല്ലേ? അങ്ങനെ അവളൊക്കെ റെഡിയായി മുടിയൊക്കെ വാർന്നെടുത്തു, മഫ്തയൊക്കെ കുത്തി കൊടുത്തു, വെള്ളക്കുപ്പിയൊക്കെ നിറച്ച് ഒക്കെ ഇട്ടിട്ട് പോകാൻ റെഡിയായി. ഇനിയിപ്പോൾ അവളെ പന വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ, ഇനി പിന്നെ ഡ്രോപ്പ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താ വെച്ചാൽ നീനും മോളൊക്കെ പഠിക്കുന്ന കാലത്ത് ഓലപ്പച്ചിനോട് ഇപ്പച്ചിനോട് ആക്കി തരുമോ, ഞാൻ അവിടെ സ്കൂളിലാക്കി തരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അവിടെ പിന്നെ ആക്കി കൊടുക്കാറൊന്നുമില്ല എന്ന് കേട്ടോ. പക്ഷേ ഇതുമ്മ അറിയണത് ഇതുമ്മൂനെ വളപ്പിച്ച് പ്രത്യേകമായിട്ട് കുറച്ചും കൂടി അത് നീ ചെറിയ കുട്ടിയായിട്ടായിരിക്കും കുറച്ചും കൂടി ഒരു പിന്നെ സ്നേഹം ഒലിക്കണുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം നീനൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ പറയും ഇമ്മച്ചി ഇന്നൊന്നും സ്കൂൾക്ക് ഇപ്പച്ചി ആക്കി തരാറില്ലായിരുന്നു. ഇതുമ്മൂനത് അപ്പച്ചി ഇങ്ങനെ എല്ലാം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നാലും രാവിലെ ഫുഡ് കഴിക്കാൻ വന്നാലും ഒക്കെ അവളെ ആക്കി കൊടുക്കൂലേ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ പരാതി കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയല്ലേ, ചെറിയ കുട്ടികളോട് എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടം കൂടൂല്ലേ, അപ്പോൾ അതുകൊണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ ഇതുമ്മ പോയി. ഇനി നമുക്ക് നമ്മുടേതായിട്ട് കുറേ പണികൾ ഇന്നുണ്ട്. ഇന്ന് എനിക്ക് മഞ്ചേരി പോകാനുള്ള ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ പോകാനുള്ളത് കൊണ്ട് തന്നെ ഇപ്പാക്ക് ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഷർട്ട് ഉണ്ടല്ലോ, അത് ഇപ്പാക്ക് ഇട്ടപ്പം കുറച്ച് ലൂസല്ല, ലെങ്ത്ത് കുറച്ച് അധികമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി മഞ്ചേരി പോകുമ്പോക്കിന് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ നിന്നതായിരുന്നു. അപ്പോൾ ഇന്ന് വേഗം അതിനായിട്ട് നിന്ന് പോരെ, വൈകുന്നേരം ഒന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. നാളെ നീനൊരു ഡോക്ടറെ കാണിക്കാൻ പിന്നെ കാണിച്ചിട്ട് 2 ആഴ്ച ആകുമ്പോഴേക്കും എന്തായാലും ഒന്നും കൂടി ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വിവരം പറയാം. അതിനാണ് നീനു നാളെ ലീവ് എടുത്ത് ഇന്ന് വരും ചെയ്യും. അപ്പോൾ നാളെ അങ്ങനെ കാണിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാൻ കേട്ടോ. അപ്പോൾ അപ്പാൻ്റെ ഷർട്ടൊക്കെ ഒന്ന് എടുത്ത് സ്റ്റിച്ച് ചെയ്യണ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഞാനത് ഷോർട്സ് പോലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പം പിന്നെ കട്ട് ചെയ്ത് അപ്പോൾ ഇപ്പോൾ ആദ്യം കുറച്ച് ലെങ്ത് കൂടി ഷർട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ 2 ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ നീലുട്ടൻ്റെ ഒരു ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ തുന്നി സെറ്റാക്കി. അങ്ങനെയുള്ള പരിപാടികളായിരുന്നു ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇന്ന് മഞ്ചേരിക്ക് പോകാനുള്ള, പിന്നെ ഇന്ന് ഉച്ചക്കാണെങ്കിൽ ഇനി ഇതുമ്മൂന് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിനും ഒക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി ഒരു 12 മണിയോട് കൂടിയാണ് ഞാൻ നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് എത്തിയത്. അപ്പോൾ താഴേക്ക് എത്തിയത് കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് ഞാനങ്ങനെ ഹാളിൽ സോഫയിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുന്നതിന് ശേഷം വീണ്ടും നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നീന് വരുന്നത് പ്രമാണിച്ച് നമുക്ക് ചിക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇതവിടെ നന്നായിട്ട് കഴുകി ഊറ്റി വെച്ച് അതിന് ഒരു കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക കറിയൊക്കെ വെക്കാനായിട്ട് ഒന്ന് നല്ല മസാലയൊക്കെ തേച്ച് പൊരിക്കാനായിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്, സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ കറി വെച്ചിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെക്കാം, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് കരുതിയിട്ടോ. കറി വെക്കാനുള്ള കാരണം എന്താ, ഞാൻ ഇന്ന് പോകുമ്പോൾ ഇനി എൻ്റെ ഹസ്ബൻഡിന് നാളെ കഴിക്കാമല്ലോ, എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ചപ്പാത്തിയോ പൊറോട്ട എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കാമല്ലോ. കറി ഉണ്ടായാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി വന്നിട്ട് അത് കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. എന്നും ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണില്ല കേട്ടോ. ചിക്കൻ ഒരു വക പൊരിക്കണുണ്ട്, ഒരു വക നമ്മൾ കറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിതാ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് നമ്മൾ ഇന്ന് നല്ലൊരു ദോശ ചുട്ടെടുത്തു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, രാവിലെ ദോശയായപ്പോൾ ദോശമാവ് കുറച്ച് കൂടുതൽ ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു അതന്നെ മതി, പിന്നെ നെയ്യൊക്കെ ഇട്ടിട്ട് ഉച്ചക്കും അതന്നെ മതി എന്നാണ്. അപ്പോൾ പിന്നെ നമുക്ക് കറിയും പിന്നെ ചിക്കൻ പൊരിക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രാവിലത്തെ ചെറുപയറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ദോശ ചുട്ടു, അതിലേക്ക് കുറച്ച് ചിക്കനും ചിക്കൻ്റെ ലിവറൊക്കെ നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും മുന്നേ ഒരു പീസ് കൊടുത്തു, ഒരു പീസ് ഞാൻ എടുത്തു കേട്ടോ. അങ്ങനെ ചെറുപയറൊക്കെ കൂട്ടി അടിപൊളിയായിട്ടാണ് ഇന്നത്തെ ലഞ്ച്. പിന്നെ അത് 2-3 പീസ് ഞാൻ മാംഗോ എടുത്തിട്ടുണ്ട് ഫ്രൂട്ടായിട്ട്. അപ്പോൾ നമ്മുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ നമുക്ക് നല്ല വിധത്തിൽ കൊളായി കിടക്കുകയാണ്. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് മീറ്റിങ്ങിന് പോകാനായിട്ട്. 3 മണിക്കാണ് മീറ്റിംഗ്. അപ്പോൾ 2:45 അവിടെ
ഇതുമൊരു സ്കൂളിൽ എന്താ വെച്ചാൽ പിന്നെ ആ കറക്റ്റ് ടൈമിങ്ങിന് മീറ്റിംഗ് തുടങ്ങും കേട്ടോ. നമ്മൾ പിന്നെ ഈ മോളും നീനും ഒക്കെ ഈ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് അവിടുത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അവിടെ തന്നെയായിരുന്നു രണ്ടാളുണ്ടായിരുന്നു. അപ്പോൾ മീറ്റിങ്ങിന് പോയി എനിക്കതിൻ്റെ അവർ തുടങ്ങുമെന്ന് പറഞ്ഞ സമയത്തിന് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം 2:45 തന്നെ റെഡിയായി അതാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കായതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പോവും. എനിക്ക് ഇങ്ങനെ പുറത്ത് പോയി മീറ്റിങ്ങിനൊക്കെ പോകാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ചടപ്പാണ്. അപ്പം ഇതും പറഞ്ഞു ഉമ്മച്ചി എന്നെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ മൂപ്പർക്ക് സ്കൂൾ ബസ്സിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇതാ പോയി ഇവിടെ എത്തി. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ. അപ്പം മീറ്റിങ്ങിൻ്റെ ഇടയിലായിരുന്നു നീനുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പിന്നെ ബസ് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അവൾക്ക് 4 മണി വരെയാണല്ലോ ഡ്യൂട്ടി. അപ്പോൾ അവൾ 7 മണിക്ക് കയറി 4 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ബസ് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ വരുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തി ഫുഡൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ നടന്ന് പോരുന്ന വഴിക്കൽ ഞാൻ എന്ത് ചെയ്തു ഓരോ ഇതുമൂന്ന് ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാനും അവരെയും കൂടി ഒന്ന് അവിടെ കയറിയിട്ട് ആ വീട്ടിലൊന്ന് കയറിയിട്ടുള്ള ട്യൂഷൻ ചെറിയൊരു ഞാനും ഉള്ളൂ അടിയാവട്ടെ ഈ പഠിക്കാത്ത കാര്യത്തിൽ. ഞാൻ പറഞ്ഞാലും അവൾ കേൾക്കൂല. പിന്നെ ഞങ്ങൾ രണ്ടുള്ള കച്ചറാവും. രാത്രിയായപ്പോൾ ഇത് തന്നെയാണ് പണി. രണ്ടാളും കൂടി ഭയങ്കര കച്ചറയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ നോക്കിക്കൊള്ളുമല്ലോ. അപ്പോൾ 5ാം ക്ലാസ്സിലെത്തിയില്ലേ. അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ പിന്നെ ഉള്ളതാണ്. അപ്പോൾ അവർ കുറേ കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവളെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്തു അവിടെ ചേർത്തിയിട്ട് വീട്ടിലെത്തി. ഇതാ ഞങ്ങൾ ഇതായിട്ട് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നീന് വരുമ്പോഴേക്കും നീ നമുക്ക് എന്തൊക്കെ ഫുഡുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇതും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. മാർക്ക് പിന്നെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ എക്സാമൊക്കെ വരുന്നുണ്ട്. ഈ മാസം 21-ാം തീയതി മുതൽ ഒരു ജസ്റ്റ് ചെറിയൊരു എക്സാം ഉണ്ട്. ക്ലാസ് ഒരു എന്താ പറയുക ഒരു ആഴ്ച പാഠങ്ങൾ ഇപ്പോൾ എടുത്ത പാഠങ്ങളൊക്കെ വെച്ചിട്ടുള്ള എക്സാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കുറച്ചിരുന്ന് സംസാരിച്ചപ്പോൾ നീന് ഇവിടെ എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഓടി കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അതാ വീണ്ടും നമ്മുടെ പത്തിരിച്ചട്ടി വെച്ച് വലിയ മസാല എന്താ പറയുക നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ആ ദോശയും പിന്നെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ ഒന്നും കൂടി ഓക്കുള്ളത് വറുക്കാമെന്ന് കരുതി അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ ചട്ടിയൊക്കെ അതാ ഞാൻ റെഡിയാക്കി ഒന്ന് നെയ്യൊക്കെ തേച്ചൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. നീനൂന് പിന്നെ ബട്ടർ നെയ്യൊക്കെ കൊടുക്കാനാട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ദോശമാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ദോശമാവ് നന്നായ അതിലും അടിപൊളി ഫുഡ് വേറെ ഇല്ല അല്ലേ. അതിനും വേണ്ടിയിട്ട് അത് മാവ് വന്നില്ലെങ്കിൽ പിന്നെ അന്നത്തെ കാര്യം നമ്മുടെ കട്ട പുക തന്നെ. പിന്നെ നമുക്ക് ഒരു ദോശ ചുടാനേ തോന്നില്ല അങ്ങനെ മാവ് റെഡി ആവാഞ്ഞാൽ. അങ്ങനെ നമ്മൾ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ ഗുഡ് ലൈഫിൻ്റെ പാല് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോരുമ്പോൾ ഒരു പാലും വാങ്ങിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ആദ്യം ചായക്കും പിന്നെ വെള്ളം വെച്ചിട്ട് പാല് വെച്ചിട്ടുണ്ട്. ഒക്കെ വന്നിടുന്ന ചായക്കായിരിക്കും പൂതി. വേഗം ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ നമ്മുടെ ദിയാകൃഷ്ണൻ്റെ പിന്നെ ഡെലിവറി വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയല്ലേ. നമ്മൾ പിന്നെ ആ ഒരു പ്രസവത്തിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു മെമ്മറി ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ ഒന്ന് നല്ലൊരു മെസ്സേജായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഒരു ഡെലിവറി നടക്കുന്നത്. ഒരു അമ്മമാരെത്ര ബുദ്ധിമുട്ടിയാണ് എത്ര വേദന സഹിച്ചിട്ടാണ് പ്രസവിച്ച് മക്കളെ കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത് ഒന്ന് മനസ്സിലാക്കാനും പിന്നെ പെൺകുട്ടികൾക്കൊക്കെ നമ്മളും ഇനി അങ്ങോട്ടുള്ള ഒരു പോക്കാണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും. എനിക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് തോന്നി. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് യൂട്യൂബിൽ ഇടാനൊക്കെ ഉള്ള എനിക്ക് ആദ്യം ദിയാകൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായിട്ട്. അവരെ 4 പെൺകുട്ടികളിൽ എനിക്ക് ദിയാനാണ് ഇഷ്ടം. കാരണം അവൾ അടിപൊളിയാണ്. ഒന്ന് എന്താ വെച്ചാൽ അവൾ എന്താണോ അതാണ് അവൾ വീഡിയോയിൽ കാണിക്കൽ. ഒരു അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. അങ്ങനെ അത് കണ്ടുകൊണ്ടാണ് അവൾ പിന്നെ അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക ഇപ്പോൾ ഒരു ദിവസം കുട്ടിയായിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ ദോശയൊക്കെ ചുടുന്നതും ചായയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശ നന്നായിട്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നെയ്യൊക്കെ ആക്കി ചുട്ടെടുക്കുന്നുണ്ട്. ചായ പോയിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയപ്പോക്കിന് നീനൂട്ട് വന്നിട്ടുണ്ട്. അവളപ്പച്ചി പോയി അവളെ സ്റ്റാൻഡിൽ പോയിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പോയിന്ന് വെക്കുന്നത് അവൾ ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങി ഉമ്മച്ചിക്കും ദമ്മുനും എന്തേ വാങ്ങണ്ടേന്നൊക്കെ പറഞ്ഞ് വരികയാണ്. പിന്നാലെ അവളപ്പച്ചി ബാഗ് തൂക്കി വരുന്നുണ്ട് കേട്ടോ. ബാഗൊന്നും ഇവിടെ വന്നാൽ പിന്നെ ഓക്ക് എടുക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ അതാ അവൾ എനിക്ക് കൊണ്ടുവന്ന ഐറ്റംസ് കാണിച്ചു തരാം. മഞ്ച്, ഗാലക്സി ഇതൊക്കെയാണ് എനിക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ഈത്തപ്പഴമോ ബദാമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നൂടെ. നമ്മൾ ഡേറ്റൊക്കെ ആകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ. അപ്പോൾ അവൾ ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാതെ അത് വാങ്ങി എടുത്ത് വെച്ചു.
ഇന്ന് ഏതായാലും ഞാനൊന്നും കഴിക്കണില്ല കേട്ടോ. ഒന്ന് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് നിർത്തിയതാണ്. ഇനി നാളെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ചെറുതായിട്ട് ഇൻ്റർമിറ്റൻറ്റ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കുറച്ചുകൂടി പെട്ടെന്ന് കുറക്കാൻ പറ്റുമോ എന്നുള്ളത്. ഉച്ചയ്ക്ക് ഒരു 2-3 മണിയാകുമ്പോൾ ഞാൻ ഫുഡ് സ്റ്റോപ്പ് ചെയ്യണം മക്കളെ. മറ്റേത് 5 മണിക്കൊക്കെ അല്ലായിരുന്നോ ഞാൻ നിർത്താറ്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 2 മണി 3 മണി ആ സമയത്ത് നിർത്താമെന്നാണ് ഇപ്പോൾ എൻ്റെ പ്ലാന്. ഒന്നും കൂടി കുറച്ചൊരു സമയം എടുത്തോട്ടെ എന്ന് കരുതി രാവിലെ പിന്നെ 10 മണിക്ക് അപ്പം തന്നെയല്ലോ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ എത്ര മണിക്കൂറാണ് ഫാസ്റ്റിംഗ് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കംഫർട്ടായിട്ടുള്ള സമയമാണ് തിരഞ്ഞെടുത്തതാണ്. നമ്മളെന്തായാലും ലഞ്ച് കഴിച്ച് കഴിയുമ്പോൾ ഒരു 2-2:30 ആ ഒരു സമയം അപ്പോഴാണ് നിർത്തുക. പിന്നെ പിറ്റേന്ന് മോർണിംഗ് നമ്മൾ എന്താ പറയുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആ ടൈം അങ്ങനെ ചെയ്ത് നോക്കട്ടെ. എനിക്ക് അറിയില്ല എല്ലാവർക്കും ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സെറ്റ് ആവണമെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ഞാൻ ഇന്നലെ മുതലാണ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചോക്ലേറ്റൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ പിന്നെ വന്ന മുതൽ എന്നെ സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ. ഉപ്പും കാര്യങ്ങളൊക്കെയാണ്. ഒരാഴ്ച ആയില്ലേ ഞങ്ങളെ കണ്ടിട്ട്. എന്നും ഡെയിലി ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് നീനുട്ടിക്ക് ഒരു ഇത് കിട്ടണം, ഒരു ഹഗ് ചെയ്യണം. ഇതുമ്മൂനും അങ്ങനെ തന്നെയാണ് കേട്ടോ. മോളൂനും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ നീനുട്ടിൻ്റെ ഇപ്പം മോളില്ലാത്തതുകൊണ്ടാണ് നീനുൻ്റെ പറയണത്. ഇതുമൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്ന ഒരു ഹഗ്, ഒരു ഉമ്മ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മളെ മക്കളെ നിന്ന് കിട്ടാനുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അവർ നേരെ ജോലിക്ക് പോവുക, അവർ വലുതായതിന് അനുസരിച്ച് നമ്മളെ നിന്ന് ഗ്യാപ്പ് വരില്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് അവരുടെ അതൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും വിളിക്കുമ്പം മോളായാലും നീനും ആയാലും ഒക്കെ വീഡിയോ കോൾ ചെയ്യും. രാത്രി കിടക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് പിന്നെ ഒരു ഉമ്മയൊക്കെ തന്നിട്ടാണ് ഉറങ്ങാറ്. ഉമ്മാക്കുപ്പാക്കൊക്കെ ഞാൻ ഉമ്മാക്ക് വിളിച്ചിട്ട് ഉമ്മാനോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉമ്മയ്ക്ക് കൊടുത്തിട്ടാണ് ഞാനും കിടക്കാറ്. നമ്മൾ എത്ര തിരക്കാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ എപ്പോഴും കൊണ്ടുപോകണം എന്നാണ് എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ കുട്ടികൾ ഇപ്പം നമ്മളെ മക്കളോട് നമ്മൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മളമ്മാരും ഉപ്പാരും നമ്മളോടും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം രാത്രി എന്തായാലും ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഉമ്മ വെച്ചിട്ടാണ് ഞാനും കിടക്കാറ്. അല്ലെങ്കിൽ ഇനി വിളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ഉമ്മ ഗുഡ് നൈറ്റ് ഇട്ടോ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് കിടക്കും. നീനുട്ടി ആയാലും മോളൊക്കെ ആയാലും കിടക്കുന്നതിന് മുന്നേ മെസ്സേജൊക്കെ വന്ന് വിളിച്ചിട്ടൊക്കെയാണ് കേട്ടോ കിടക്കാറ്. അങ്ങനെ അവൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 8 മണിയായപ്പോഴേക്കും നുജും എത്തിയിട്ടോ. അവൻ്റെ കൂടെയാണ് ഞങ്ങൾ മഞ്ചേരിക്ക് പോകുന്നത്. നാളെ ഇതുമ്മൂൻ്റെ സ്കൂൾ നാളെ ഒഴിവാക്കുകയാണ്. അല്ലാതെ വേറെ വഴിയില്ല. നീനുട്ടിക്ക് ഡോക്ടറെ കാണിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതുമ്മൂന് ഇവിടെ ഇട്ട് പോവാന്ന് പറഞ്ഞാൽ അതിലും വലിയ റിസ്ക്കാണ്. അങ്ങനെയൊക്കെ കൂടെ ആയതുകൊണ്ട് ഞാൻ നുജുമിൻ്റെ ഇപ്പോൾ കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ വന്ന് ഞങ്ങൾ വേഗം എല്ലാതും എടുത്ത് വെച്ച് നാളെ ഇടാനുള്ളതും സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചതാ കാറ് അടുത്തേക്ക് പോവാണ്. ഇനി ഈ നാളെ നമ്മുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ടായിരിക്കും വരിക. വീട്ടിലെത്തിയാൽ എന്താ വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത് അങ്ങോട്ട് കുറയും. അധികവും ഞാൻ വെറുതെ ചുമ്മാ ഇരിക്കണോണ്ട് പ്രത്യേകിച്ചൊന്നും വീഡിയോ എടുക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ആകുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമല്ലോ. കിച്ചണത്തെ പണികൾ, നമ്മുടെ ക്ലീനിങ് പരിപാടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് കിട്ടും. അവിടെ ആകുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കൊന്നും വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നാളെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. എന്നിപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി എന്തെങ്കിലുമൊക്കെ ഫിലിം കാണുക. നീനു ആണെങ്കിൽ വന്നിട്ടല്ലേ ഉള്ളൂ, കുളിച്ചിട്ടൊന്നുമില്ല. അവൾ അവിടെ എത്തിയിട്ട് കുളിക്കാം, മഞ്ചേരി എത്തിയിട്ട് കുളിക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി ഇവൾക്ക് കുളിക്കണം. എപ്പോഴാണ് ഇനി ഒരു 12 മണി വരെ 1 മണി വരെ ഞങ്ങളിങ്ങനെ സമയം പോകും. ടി വി ഒക്കെ കണ്ട് ഫിലിമൊക്കെ കണ്ട് അങ്ങനെ പോവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ഇന്ന് മുതലൊരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരാഴ്ച നോക്കാമെന്ന് കരുതുന്നുണ്ട്. ഒരാഴ്ച നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. വലിയ മാറ്റമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോലെ തന്നെ ഫുഡ് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 10 ദിവസം എഗ് ഡയറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും 85 ആക്കാൻ പറ്റുമോ എന്നുള്ള ഒരു റിസർച്ചിലാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ നോക്കാം അല്ലേ. അപ്പോൾ വന്നിട്ടുണ്ടതാ നീലുവിൻ്റെ ആ ഒരു മാജിക് സ്ലേറ്റുമ്പോഴൊക്കെയാണ് കളിക്കുന്നത് കേട്ടോ. അവൾക്ക് എന്താ വെച്ചാൽ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുന്ന് വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഒരു റിലാക്സ് എടുക്കുകയാണ്. പിന്നെ ഞാൻ ഒരു 6 മണിക്കുള്ളിലൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ച് നിർത്തുന്നു. ജൂം പിന്നെ രാത്രി വന്നിട്ടാണല്ലോ ഫുഡ് കഴിക്കുക. പോകാനുള്ള ഫുഡ് അത് അവിടെ വിളമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മുട്ട റോസ്റ്റ്, പിന്നെ ചീരത്തോരന്, മീൻ പൊരിച്ചതും, പിന്നെ ഒരു ചീസും. ഇതൊക്കെയാണ് അവൻ്റെ ഫുഡ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട്